ഇപ്പോൾ നമ്മൾ കാണുന്നത് ₹10,00,000 വിറ്റുവരവുള്ള ലോകത്തിലെ ഏറ്റവും വലിയ IT ജയൻറ്റ് ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതിൻ്റെ പേരാണ് സുന്ദർ പിച്ചൈ. അദ്ദേഹം ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് നമുക്ക് ഈ പോസ്റ്റിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. റോളക്സ് വാച്ചില്ല, വിലയുള്ള ബെൽറ്റില്ല, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമില്ല. പക്ഷേ അദ്ദേഹം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന CEO-കളിൽ ഒരാളാണ്. അപ്പോൾ ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളെപ്പോഴും സമ്പന്നരായിട്ട് മറ്റുള്ളവർക്ക് തോന്നണം, പക്ഷേ മറ്റുള്ളവർക്ക് നമ്മൾ സമ്പന്നരായി എന്നുള്ളത് കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മൾ സമ്പന്നരായിട്ട് ജീവിക്കുന്നത് നല്ലൊരു കാര്യമാണ്, പക്ഷേ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണക്കാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർ പണക്കാരെ പോലെ അഭിനയിക്കുകയാണ്, അവരുടെ കയ്യിൽ പണമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. അവർ സാമ്പത്തിക കെട്ടുറപ്പില്ലെങ്കിലും സാമ്പത്തിക കെട്ടുറപ്പ് ഉള്ളവരെ പോലെ അഭിനയിക്കും. മറ്റൊരാൾ കാറ് വാങ്ങിച്ചുകൊണ്ട് അവർ കാറ് വാങ്ങും, മറ്റൊരാൾ വില കൂടിയ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർ ഉപയോഗിക്കും, മറ്റൊരാൾ വില കൂടിയ വീട് പണിയുന്നുകൊണ്ട് അവരും വീട് പണിയും. അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വയം പൊങ്ങികളെ, അഹങ്കാരികളെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. അപകർഷതാബോധം കൊണ്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. പണക്കാരനായിട്ട് അല്ലെങ്കിൽ പണക്കാരിയായിട്ട് അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം നാട്ടുകാർക്ക് അതൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ പ്രശസ്തിക്കും പെരുമയ്ക്കും മറ്റുള്ളവരുടെ അംഗീകാരത്തിനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നർത്ഥം. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അത് എത്രമാത്രം അധ്വാനിച്ചുണ്ടാക്കിയാലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് അദ്ദേഹം വലിയ ആളാണെന്നും അദ്ദേഹത്തിന് പല കാര്യങ്ങളും കഴിയുമെന്നും എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് പിന്നീട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പ്രശസ്തിയും ഈ പറഞ്ഞിരിക്കുന്ന അംഗീകാരവും ഒന്നും കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഒരുപാട് ചൂഷണത്തിന് വിധേയമാവേണ്ടി വരും. പലവരും അങ്ങനെ പല ചൂഷണത്തിന് വിധേയമാവേണ്ടി വന്നിട്ടുണ്ട്. പലവരും സാമ്പത്തികമായി തട്ടിപ്പും വെട്ടിപ്പിലൂടെയും കടന്നുപോയിട്ടുമുണ്ട്. കാരണം അവരുടെ ഈ പണം അവർ മറ്റുള്ളവരെ വെറുതെ കാണിക്കുകയാണ്. എല്ലാവർക്കും ഈ ലോകത്തിൽ പണക്കാരായിട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഇവരെ ചൂഷണം ചെയ്യാൻ അതില്ലാത്തവർക്ക് തോന്നും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.